ഹായ്, ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഡ്രീം ലവർ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങളിത് പങ്കുവെച്ചു കൊടുക്കുക. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോയും നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും, നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ചെറിയൊരു ബന്ധവുമുണ്ട്. നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു തവണ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ വീഡിയോ ടീച്ചേഴ്സ് കാണുവാണെങ്കിൽ, അതേപോലെ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യമാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറുപ്പത്തിൽ ശീലിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അത് നമ്മുടെ വളർച്ചയിലും അത് അതേപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും പറയും ഞാൻ അങ്ങനെയാണ് ശീലിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചത്, അതേപോലെയാണ് ഞാൻ കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ അതേപോലെ ഒരു ശീലം നമുക്ക് കുട്ടികളിലോട്ട് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാരണമാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മൾ നടക്കാൻ പോകുന്ന കാര്യം തന്നെ. ഇപ്പോൾ സ്കൂളിലോട്ടും മറ്റുള്ള സ്ഥലങ്ങളിലോട്ടും ഒക്കെ കുട്ടികൾ റോഡിൽ കൂടെ നിരന്തരം പോകുന്നതാണ്. എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളെല്ലാം സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെല്ലാവരും സ്കൂളിലോട്ട് പോകുന്നുണ്ട്. അവരുടെ ശീലങ്ങൾ, അതായത് നടക്കാൻ പോകുന്ന രീതി തന്നെ വലതുവശം ചേർന്ന് നടക്കാനായിട്ട് നമ്മൾ ഒന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. ഇപ്പം മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂളിൽ പറ്റുവാണെങ്കിൽ അസംബ്ലികളിലൊക്കെ ഒന്ന് ഈ റോഡ് മാർഗങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിയമങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ നമ്മളെല്ലാവരും നിരന്തരം കാണുന്നതാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി റോങ് സൈഡിൽ കൂടെ പോകുന്നതും സ്കൂൾ വിട്ട് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ അവർ കൂട്ടം കൂടി നടന്നു പോകുന്നതും, അതും കൂടുതലും ഇടതുവശം ചേർന്നിട്ടാണ് നടന്നു പോകാറ്. നമ്മളൊന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ, ബോധവൽക്കരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആ ശീലം ചെറുപ്പം മുതൽ അത് വലുതാകുന്നവരെ ആ ശീലം കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ അവർ മറ്റുള്ള കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കുക. ടീച്ചേഴ്സിനോടും ഞാൻ പ്രത്യേകം പറയുകയാണ്, സ്കൂളുകളിൽ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ റോഡിനെ കുറിച്ചും റോഡിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൊരു സഹായം നിങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. ഒരുപാട് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ റോഡിൽ കൂടെ കൂട്ടമായിട്ട് നടക്കുകയും സൈക്കിളിൽ ഒരുമിച്ച്, അതായത് ഒന്ന് രണ്ട് പേര് ഒരുമിച്ച് സഞ്ചരിച്ച് പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുറേ കുഞ്ഞുങ്ങൾ സൈക്കിളുമായിട്ട് പോയിട്ട് നടന്നു പോകുന്ന കാണാം, തള്ളിക്കൊണ്ട് വർത്താനം പറഞ്ഞിട്ടൊക്കെ. അതും കൂടുതലും റോങ് സൈഡാണ്. വരുന്ന വാഹനങ്ങൾ ഹോണടിച്ചാൽ പോലും ഒരു മര്യാദയും, അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു പോലും സംസാരത്തിന്റെ ആ ഗൗരവത്തിൽ അവർ നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് സമയങ്ങൾ എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഇപ്പോൾ സ്കൂളുകളിലെ ആരെങ്കിലും ടീച്ചേഴ്സൊക്കെ ഈ വീഡിയോ കാണുവാൻ ഇടവരുകയാണ്, അസംബ്ലി നടത്തുന്ന ഒരു സമയത്ത് ഇതിനെക്കുറിച്ചും ഒരു കുറച്ച് നേരം, ഇച്ചിരി നേരമായിട്ട് ഒന്ന് അവർക്കൊന്ന് ബോധവൽക്കരണം കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് ഈ കാൽനടക്കാർക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന കുറേ അധികം അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് ഇതിൽ കൂടെ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് കടന്നു വരുന്നതാണ്. ബൈ.